ഇവിടെ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു പ്രതിഭാധനയായ ഒരു കലാകാരിയുണ്ട്. മഞ്ജു വാര്യർ അഭിനയിക്കുന്ന എത്ര സിനിമകൾ ഇന്ന് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട്? മഞ്ജു വാര്യർക്ക് വേണ്ടിയിട്ട് സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട്. ശ്രീമതി ഉർവശി അവർ പ്രേം നസീറും ഷീലാമ്മ അഭിനയിച്ച കാലം കടന്ന് നമ്മൾ 2025 എത്തിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഉർവശി ചേച്ചി അഭിനയിക്കുന്ന സിനിമകൾ എത്രയോ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള റോൾസ് ചെയ്യുന്ന സിനിമകൾ ഇവിടെ ഹിറ്റ് ആവുന്നുണ്ട്. അതായത് 1, 2, 3 സിനിമകൾ ഹിറ്റ് ആയേക്കാം. അതിനും അപ്പുറത്തേക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ അഹങ്കാരത്തോടെയോ അഭിമാനത്തോടെയോ എനിക്കതിൽ യാതൊരു ലജ്ജയോ അത് അംഗീകരിക്കുന്നതിന് യാതൊരു മടിയോ ഒന്നുമില്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നെഞ്ചത്ത് തന്നെ കൈവച്ച് ചോദിച്ചു നോക്കുക, ഇന്നും ഈ മലയാള സിനിമ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്. ഇൻഡസ്ട്രിയിലുള്ളത് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഇവിടെ ഒരുപാട് സിനിമയുടെ പിന്നാമ്പുറത്ത് ജോലി ചെയ്യുന്ന അനവധി ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുന്നത് ഇന്നത്തെ നായക നടന്മാരെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. ലക്ഷ്മി പ്രിയ, നേരത്തെ ശ്വേതാ മേനോൻ പറഞ്ഞ ഒരു കാര്യം ഇന്ന് രാവിലെ അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ന് രാവിലെ WCC അംഗങ്ങൾ അടക്കം വിളിച്ച് ആശംസകൾ അറിയിച്ചു. ഞങ്ങളുടെ കൊളീഗ്സ് ആണ്, ദേ ആർ മോസ്റ്റ് വെൽക്കം എന്നുള്ളതാണ്. അതിനപ്പുറത്ത് മുൻകാലങ്ങളിൽ സംഘടന വിട്ടുപോയ ആളുകളെ അവർ വേദനിച്ച് പുറത്തുപോയതാണ്, നീതി കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി പുറത്തുപോയതാണ്. അപ്പോൾ അവരെ അടക്കം ചേർത്ത് പിടിച്ചുകൊണ്ടൊരു പുതിയ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ? തീർച്ചയായിട്ടും അവർ ഞങ്ങളുടെ കൊളീഗ്സാണ്. എന്താ പറയുക, അവർ അമ്മയുടെ മക്കൾ തന്നെയാണ്. ഏത് കുടുംബത്താണ് അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്തത് അല്ലേ? അപ്പോൾ അവർക്ക് അവരുടെ നിലപാടുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്റ്റാൻസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും രണ്ട് മനുഷ്യർ തമ്മിലിരുന്ന് സംസാരിച്ചാൽ തീരാത്തതായിട്ട് ലോകത്ത് ഒരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവർ വരണമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ തീർച്ചയായിട്ടും അവർക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ വരണം എന്ന് തന്നെയാണ് അമ്മയിലെ എൻ്റെ മാത്രമല്ല അഭിപ്രായമല്ല ഞാൻ പറയുന്നത്, അമ്മയിലെ ഓരോ അംഗങ്ങളുടെ അഭിപ്രായം. അവർ അമ്മയിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അവർ വന്നു കഴിഞ്ഞാൽ അവരെ വരാൻ ഞാൻ ഇപ്പം തന്നെ സ്വാഗതം ചെയ്യുന്നു. അവരെ സ്വീകരിക്കും, തീർച്ചയായിട്ടും സ്വീകരിക്കും. ഞാനൊരു കാര്യം കൂട്ടിച്ചേർത്തോട്ടെ, ഇവരുടെ WCCയുടെ പേരിലൊക്കെ പുറത്തുപോയ അംഗങ്ങളുടെ തിരിച്ചുള്ള വരവ് മാത്രമല്ല ഇതിനകത്തുള്ളത്. ഇപ്പോൾ ലക്ഷ്മി പ്രിയ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരുടെ മാർക്കറ്റ്, ആ മാർക്കറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം അത് അമ്മയ്ക്കകത്തുണ്ടാകേണ്ടുന്ന ഒരു ഫണ്ട് മാത്രമല്ല. ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് സ്ത്രീക്കും കൂടി ഉണ്ടാവണം. പ്രേം നസീറും ഷീലയെ അഭിനയിക്കുന്ന സമയത്ത് ഷീലയ്ക്ക് കൂടുതൽ മാർക്കറ്റ് ഉണ്ടായിരുന്ന ഒരു മലയാള സിനിമ നമുക്കറിയാം. ഷീലാമ്മ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു മലയാള സിനിമ നമുക്കറിയാം. അപ്പൊ അവിടെ നിന്ന് സ്ത്രീകൾക്ക് യാതൊരു മൂല്യവും ഇല്ലാത്ത, സ്ത്രീകൾക്ക് യാതൊരു താരമൂല്യവും ഇല്ലാത്ത ഒരു ഇടത്തേക്ക് മലയാള സിനിമ പോയിട്ടുണ്ടെങ്കിൽ സിനിമയുടെ പൊതു കച്ചവട ഇടങ്ങളിൽ സ്ത്രീകളുടെ മൂല്യം ഉയർത്താൻ പറ്റുന്ന രീതിയിലും കൂടിയുള്ള പ്രവർത്തനം നമുക്ക് ഉണ്ടാവണം. പറഞ്ഞോളൂ ശ്രീമതി ലക്ഷ്മി പ്രിയ, പറഞ്ഞോളൂ. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒന്ന്, ഗായത്രി ചേച്ചിയും ഈ ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമായിട്ടുള്ള, ഇപ്പോഴുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു, ഭാഗമായിട്ടുള്ള ഒരാളാണ്. ഗായത്രി ചേച്ചിക്ക് നമ്മുടെ തൊഴിലിടത്തെ പറ്റി, ഈ സിനിമാ വ്യവസായം എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്, ഇവിടെ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു പ്രതിഭാധനയായ ഒരു കലാകാരിയുണ്ട്. മഞ്ജു വാര്യർ അഭിനയിക്കുന്ന എത്ര സിനിമകൾ ഇന്ന് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട്? മഞ്ജു വാര്യർക്ക് വേണ്ടിയിട്ട് സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട്. ശ്രീമതി ഉർവശി അവർ പ്രേം നസീറും ഷീലാമ്മ അഭിനയിച്ച കാലം കടന്ന് നമ്മൾ 2025 എത്തിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഉർവശി ചേച്ചി അഭിനയിക്കുന്ന സിനിമകൾ എത്രയോ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള റോൾസ് ചെയ്യുന്ന സിനിമകൾ ഇവിടെ ഹിറ്റ് ആവുന്നുണ്ട്. അതായത് 1, 2, 3 സിനിമകൾ ഹിറ്റ് ആയേക്കാം. അതിനും അപ്പുറത്തേക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ അഹങ്കാരത്തോടെയോ അഭിമാനത്തോടെയോ എനിക്കതിൽ യാതൊരു ലജ്ജയോ അത് അംഗീകരിക്കുന്നതിന് യാതൊരു മടിയോ ഒന്നുമില്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നെഞ്ചത്ത് തന്നെ കൈവച്ച് ചോദിച്ചു നോക്കുക, ഇന്നും ഈ മലയാള സിനിമ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്. ഇൻഡസ്ട്രിയിലുള്ളത് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഇവിടെ ഒരുപാട് സിനിമയുടെ പിന്നാമ്പുറത്ത് ജോലി ചെയ്യുന്ന അനവധി ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുന്നത് ഇന്നത്തെ നായക നടന്മാരെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഒരു ദീർഘമായ ഒരു ചർച്ചയ്ക്കോ പ്രഭാഷണത്തിനോ ഇരിക്കാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലല്ല ഞാൻ. നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും, രാവിലെ 7 മണിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ എല്ലാവരും എന്താ പറയുക, ഞാൻ എന്നെപ്പോലൊരു ചെറിയ കലാകാരി അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ആക്ട്രസ് ഇത്തരം ഒരു വലിയ ചുമതലയിലേക്ക് വരുമ്പോൾ അതിൽ ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ഒക്കെ എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞു മകളടക്കം അവളൊരു കാർഡൊക്കെ മേക്ക് ചെയ്ത് എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നൊരു സമയമായിരുന്നു. മാതൃഭൂമി എന്നെ അത്രയ്ക്കും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഞാൻ ഒന്ന് ലെഫ്റ്റ് ആവുകയാണ്.
എന്നോടൊന്നും വിചാരിക്കരുത്. എനിക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഞാൻ 7 മണിക്ക് തുടങ്ങിയിട്ടുള്ള സ്ട്രെസ്സാണ്. അറിയാലോ, ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഞാൻ ജസ്റ്റ് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പം തന്നെ മാതൃഭൂമിയും എത്തി. അതുകൊണ്ട് ഞാൻ ഈ ചർച്ചയിൽ നിന്നും ഞാൻ ലെഫ്റ്റ് ആവുകയാണ്. നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇതെന്ന് പറയുന്ന ഒരു 3 വർഷ കാലയളവിലുള്ള ഒരു കമ്മിറ്റിയാണ്. തീർച്ചയായിട്ടും ഈ സമൂഹം ആവശ്യപ്പെടുന്ന ചോദ്യങ്ങൾക്ക് അമ്മയിൽ നിന്നോ അമ്മയുടെ നേതൃനിരയിൽ നിന്നോ സിനിമാ വ്യവസായത്തിന് നല്ല രീതിയിൽ ഉതകുന്ന രീതിയിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരാനായിട്ട് ഞാൻ തീർച്ചയായിട്ടും തയ്യാറായിരിക്കും. നന്ദി, നമസ്കാരം. തീർച്ചയായും എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഒരു പുതിയ ചുമതല ഏറ്റെടുക്കുകയാണ്. അപ്പോൾ പുതിയ ചുമതല ഏറ്റെടുക്കുന്ന ഒരാളെ നമ്മൾ മുൻവിധിയോട് കൂടി കാണണ്ട. നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ. അത് ലക്ഷ്മി പ്രിയയ്ക്ക് മാത്രമല്ല, പുതിയ നിങ്ങളുടെ മുഴുവൻ കമ്മിറ്റിക്കും നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവരെയും പ്രതിനിധീകരിക്കാനും കഴിയട്ടെ. താങ്ക് യു. Okay. Thank you, Abhilash. Thank you so much.